സിപിഎമ്മിന്റെ മുതിർന്ന നേതാവും ബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഏറെ നാളായി അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. വിവരങ്ങളുമായി ശ്രീജിത്തുണ്ട്. ഡൽഹിയിൽ നിന്ന് നോബൽ മാരിക്കാരനും ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, സിപിഎമ്മിന്റെ തലമുതിർന്ന നേതാവാണ് അദ്ദേഹം. 2011 വരെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു. പോളിറ്റ് ബ്യൂറോ അംഗത്വം അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണെന്ന് തോന്നുന്നു. 2018 അദ്ദേഹം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. എന്താണ് നമുക്ക് ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കുറിച്ച് ഈ ഘട്ടത്തിൽ പറയാനാവുക? സ്മൃതി, അല്പം മുമ്പാണ് ബംഗാളിലെ മുതിർന്ന CPM നേതാവും ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചത്. അദ്ദേഹം 2023 മുതൽ ബംഗാളിലെ ആലിപ്പൂർ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തിന് വിഷാദരോഗമടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് അദ്ദേഹം പൊതുജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. 2011 വരെ ബംഗാളിലെ തുടർച്ചയായി 2000 മുതൽ 2011 വരെ തുടർച്ചയായി ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്നു. CPMന്റെ പ്രതികരിച്ച് ബംഗാളിൽ മുഖ്യമന്ത്രിയാകുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. ബംഗാളിലെ വളരെ ആദരിക്കപ്പെടുന്ന, വളരെ ആളുകൾക്ക് പ്രിയപ്പെട്ടരായ ഒരു നേതാവായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നന്ദിഗ്രാം, സിംഗൂർ തുടങ്ങിയ പ്രശ്നങ്ങൾ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ഭരണ തുടർച്ച ഉണ്ടാകാതെ പോയത്. അങ്ങനെ ബംഗാളിലെ അവസാനത്തെ CPM മുഖ്യമന്ത്രിയായി ബുദ്ധദേവ് ഭട്ടാചാര്യ ചരിത്രത്തിൽ എഴുതപ്പെട്ടു. എന്നാൽ വളരെ നല്ല ലളിതമായ ജീവിതവും ഒപ്പം തന്നെ വളരെ നല്ല ആശയ വ്യക്തതയുമുള്ള നേതാവായിട്ടാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് CPM ചരിത്രത്തിൽ അടയാളപ്പെടുന്നത്. കാരണം ഏറ്റവും മികച്ച രീതിയിൽ കാര്യങ്ങളെ വിലയിരുത്താനും വിശകലനം ചെയ്യാനും ഒപ്പം തന്നെ ഭാവിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഭാവി പരിപാടികളെ സംബന്ധിച്ചും വലിയ ഉൾക്കാഴ്ചയോടെ പ്രവർത്തിച്ച ആളായിരുന്നു. എന്നാൽ ബംഗാളിലെ ഭരണം 34 വർഷത്തിൽ അവസാനിക്കാനുള്ള കാരണക്കാരനായി ബുദ്ധദേവിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അത് പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ മാത്രം കുറ്റമായി പറയാൻ കഴിയുന്നതല്ല. കാരണം ബംഗാൾ ഭരണകാലത്ത് വ്യവസായ വികസനം അവിടെ വലിയ തോതിൽ മുരടിപ്പ് നേരിട്ടു. മാത്രമല്ല, തൊഴിൽ നൽകുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു തുടങ്ങിയ വിമർശനങ്ങൾ പാർട്ടിക്കകത്തുനിന്ന് വന്നു. അങ്ങനെ തൊഴിൽ വികസനം ലക്ഷ്യമാക്കിയാണ് സിംഗൂരിലും അതോടൊപ്പം നന്ദിഗ്രാമിലും ഒക്കെ തന്നെ ടാറ്റ അടക്കമുള്ള വൻകിട കമ്പനികളെ അവിടെ കൊണ്ടുവന്ന് വ്യവസായ വികസനത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളെടുത്ത്. അന്ന് നിരുവംശനായിരുന്നു അവിടുത്തെ വ്യവസായ മന്ത്രി. ആ കാലത്താണ് ഈ നന്ദിഗ്രാമിലും സിംഗൂരിലും വലിയ തോതിൽ കർഷക പ്രക്ഷോഭമുണ്ടായി, വെടിവെപ്പുണ്ടായി. അങ്ങനെയാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ സർക്കാർ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് അധികാരം അട്ടിമറിച്ച് ജനാധിപത്യ പ്രക്രിയയോടെ തന്നെ അധികാരം പിടിക്കുന്നത്. അങ്ങനെ ബംഗാളിൻ്റെ ചരിത്രത്തോളം പഴക്കമുള്ള, ബംഗാളിലെ സംസ്കാരവും സാമൂഹ്യ ജീവിതവുമായി വളരെ അടുത്ത ഇടപഴകിയിരുന്ന, വലിയ സാന്നിധ്യമായിരുന്ന ഒരു നേതാവാണ് ബുദ്ധദേവിന് നിര്യാണത്തിലൂടെ നഷ്ടമായിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിലേറെയായി അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വിഷാദരോഗമടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 80-ാം വയസ്സിലാണ് ബുദ്ധദേവ് ഈ പൊതുജീവിതത്തോടെ വിട പറഞ്ഞ് ഇപ്പോൾ കാലയവനികൾക്കുള്ളിൽ മറയുന്നത്.